അച്ചു വാ, ഫുഡ് കഴിക്കാം. എനിക്ക് ഭക്ഷണം വേണ്ട ചെറിയമ്മ. ചെറിയമ്മ കഴിച്ചിട്ട് കിടന്നോ? അതിന് നീ വന്നിട്ട് ഒന്നും കഴിച്ചില്ലല്ലോ. വാ അച്ചു, വാ കഴിക്കേ. എനിക്ക് നല്ല വിശപ്പ് തോന്നുന്നില്ല ചെറിയമ്മ, അതുകൊണ്ടാ. എന്താ ലച്ചു ഇവിടെ? അത് ഞാൻ അച്ഛന് ഫുഡ് കഴിക്കാൻ വിളിക്കാൻ വന്നതാ. അച്ഛന് ഭക്ഷണം വേണ്ട അത്ര. എന്താ അച്ചു ഇത്? വന്നിട്ട് നീ ഒന്നും കഴിച്ചില്ലല്ലോ. വാ, വന്ന് ഫുഡ് കഴിച്ചേ. ചെറിയ എനിക്ക് നല്ല വിശപ്പില്ല, അതുകൊണ്ടാ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. എനിക്ക് വേണ്ട, നിങ്ങൾ കഴിച്ചോ. ലച്ചു, ആ ഫുഡൊക്കെ അങ്ങ് എടുത്ത് വെച്ചേക്ക്. ഇവൻ കഴിക്കേണ്ടതിനോട് ആരും കഴിക്കണ്ട. ചെറിയമ്മ ചെറിയമ്മ ഭക്ഷണം എടുത്തോ? ഞാനിപ്പോ വരാം. ലച്ചു, ലച്ചു, ആ എന്താ ദേവേട്ടാ? നീ അച്ചുവിനെ കണ്ടായിരുന്നോ? അച്ഛൻ റൂമിലില്ലേ? ഇല്ല, ഞാൻ അവന്റെ റൂമിൽ പോയി നോക്കിയിട്ടേ വരുന്നേ. അവൻ അവിടെ എങ്ങും ഇല്ല. എന്റെ കൃഷ്ണ, ഈ കുട്ടി ഇത് എവിടെ പോയി? നീ ടെൻഷൻ ആവാതെ, ഞാൻ പുറത്തൊന്ന് പോയി നോക്കിയിട്ട് വരാം. അച്ചു, എന്താ തെറിയിച്ചാ? അല്ല, നിന്നെ ഞാൻ റൂമിൽ കണ്ടില്ല, അതാ ഞാൻ. എനിക്ക് മുറിയിൽ തന്നെ ഇരുന്നിട്ട് ആകെ എന്താ പോലെ, അതുകൊണ്ട് വെറുതെ പുറത്തിറങ്ങിയതാ. നിനക്കിപ്പോ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ് ഇല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല ചെറിയ. എന്നാ വാ, നമുക്ക് അകത്തേക്ക് പോവാം. ലച്ചു, ഞാൻ കോളേജിലേക്ക് ഇറങ്ങുവാ. നീ അച്ഛനൊന്ന് ശ്രദ്ധിച്ചേക്കണേ. ദേവേട്ടാ, നിങ്ങൾ അത് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. അച്ഛൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം കേട്ടോ. അച്ചു, എന്താ ചെറിയമ്മ? എനിക്ക് അകത്തേക്ക് വരാവോ? ആ, അതിനെന്താ ചെറിയമ്മ? ചെറിയമ്മ ഇങ്ങ് വാ. എന്താ ചെറിയമ്മ, എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? മോനെ അച്ചു, നിന്റെ സങ്കടം എനിക്ക് മനസ്സിലാവും. ഒരുപക്ഷെ മറ്റാരെക്കാളും അത് മനസ്സിലാവുന്നത് എനിക്ക് തന്നെയായിരിക്കും. എനിക്ക് പറയാനൊരു അച്ഛനമ്മയെങ്കിലും ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ആരൊന്നും ഒറ്റയ്ക്ക് ആരാന്ന് പോലും അറിയാതെ അച്ഛൻ്റെ അമ്മേൻ്റെയും സ്നേഹത്തിന് വേണ്ടി ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഒരുപാട് കൊതിച്ച നാളുകളുണ്ടായിട്ടുണ്ട്. എനിക്ക് അവരെ കാണാനും അവരോട് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാനും എനിക്ക് കിട്ടിയില്ലേ. പക്ഷെ എനിക്കത് കിട്ടിയിട്ടില്ലല്ലോ. ദേവേട്ടൻ കെട്ടിക്കൊണ്ടു വന്നതിന് ശേഷം എൻ്റെ അച്ഛനും അമ്മയെല്ലാം ഏട്ടന് വിട്ടെത്തിയായിരുന്നു. ഒരു മകളെപ്പോലെ തന്നെ അവരെന്നെ നോക്കിയത്. നീ ഇപ്പം എങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ അവർക്ക് എന്തോ ഒരു സങ്കടമാവും. നീ ഓർക്കുന്നുണ്ടോ? നിന്റെ മുഖമൊന്നും വാടിയ സഹിക്കാത്തവരായിരുന്നു അവർ. അവർക്ക് നീ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ സന്തോഷമാവും നീ കരുതുന്നുണ്ടോ അച്ഛൻ? ഇതൊക്കെ ഒരു വിധിയാ അച്ഛൻ. നമ്മൾ മൂവ് ചെയ്തേ പറ്റൂ. പോയവർ പോയി എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നമുക്ക് സഹിക്കണം, സഹിച്ചേ പറ്റൂ. നമുക്കൊരു ലൈഫ് ഉണ്ടെത്തും. നീ നിന്റെ ചെറിയച്ഛനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? എപ്പോഴേലും ഏട്ടൻ്റെ മകനായിട്ടാണോ എന്നെല്ലാം അദ്ദേഹം നിന്നെ കണ്ടത്? സ്വന്തം മകനായിട്ടല്ല ഞങ്ങൾ നിന്നെ നോക്കിയത്. ആ മകൻ ഈ ഒരവസ്ഥയിൽ ഇങ്ങനെയൊക്കെയാണെന്ന് കാണുമ്പം അദ്ദേഹത്തിൻ്റെ മനസ്സ് എന്തോ ഒരു വേദനിക്കുന്നുണ്ടെന്ന് നീ മനസ്സിലാക്കുന്നുണ്ടോ അച്ചു? എനിക്ക് മനസ്സിലാവും അച്ചു. പക്ഷെ
പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഇനി. അച്ചു, നീ ഇതവിടെ പോവാ? റൂമിൽ ഇരുന്നിട്ട് എനിക്ക് എന്തോ പോലെ. അതാ ഞാൻ പുറത്തേക്ക് ഇറങ്ങാമെന്ന് ഇരുത്തിയെ. വേറെ എവിടെയും പോവില്ല, ഇവിടെ തന്നെ കാണും. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ചെറിയമ്മ വിളിച്ചാൽ മതി കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിരുന്നോ? ഞാൻ കണ്ടിട്ടില്ലല്ലോ. ചെറിയമ്മേ, ആ, നിന്റെ ചുറ്റിക്കാണലൊക്കെ കഴിഞ്ഞോ? അതൊക്കെ കഴിഞ്ഞു ചെറിയമ്മേ. ഒന്ന് രണ്ട് തവണ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ ഒന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. അതാ പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ നിർത്തിയേ. അതെന്തായാലും നന്നായി. ചെറിയമ്മേ, നമ്മളിവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ സ്റ്റെയർ കേസില്ലേ, അവിടെ ഒരു റൂം കണ്ടു. അതാരുടെയാ? അവിടെ ആരെങ്കിലും താമസിക്കുന്നുണ്ടോ? അവിടെ ആരും അങ്ങനെ താമസിക്കുന്നില്ലടാ. ദേവേട്ടന് കുറച്ച് ബുക്സും പിന്നെ അല്ലറ ചില്ലറ പഴയ സാധനങ്ങളും. അല്ലാണ്ട് അവിടെ ആരും താമസിക്കുന്നില്ല അച്ചു. എന്താടാ? അല്ല ചെറിയമ്മേ, എനിക്ക് ആ റൂം കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതാ ഞാൻ അങ്ങോട്ട് മാറിയാലോ എന്ന് ആലോചിക്കുക. അച്ചു, ആ റൂം കുറേ നാളായിട്ട് അങ്ങനെ പൊട്ടിക്കിടക്കുക. അതുകൊണ്ട് അവിടെ ഒരുപാട് ഒതുക്കാനും പിറക്കാനും പിന്നെ പൊടിയും കാര്യങ്ങളൊക്കെ കാണും. അവിടെ ക്ലീൻ ചെയ്യേണ്ട കാര്യമാണെങ്കിൽ ഞാൻ നോക്കിക്കോളാം ചെറിയമ്മേ. അത് നിന്നെ കൊണ്ട് ഒറ്റക്ക് പറ്റൂല, ഞാനും കൂടി വരാം, എന്നിട്ട് ഞാൻ സഹായിക്കാം. ഇനി ഈ ബുക്സ് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. ഇതെന്തുവാ? ഡയറിയോ? ഇതിപ്പോ ആരുടെ ഡയറിയാണാവോ? ചെറിയമ്മയുടെ ആണോ ചെറിയച്ഛൻ്റെ ആണോ? ഇതിപ്പോ തുറന്നു നോക്കണമെങ്കിൽ തുറന്നു നോക്കണം.
ഏയ് അവരുടെ ഞാൻ തുറന്നു നോക്കണ മോശമല്ലേ? ചെറിയമ്മ ഡയറി എഴുതോ? എഴുത്തോ? അത് ഞാൻ, എനിക്ക് വായനയും നിർത്തല്ലാതെ വേറൊന്നും വരൂല്ല അച്ചു. അപ്പൊ പിന്നെ ചെറിയച്ഛൻ എഴുതുമായിരിക്കും അല്ലേ? നല്ല കാര്യമായിട്ടുണ്ട് നിന്റെ ചെറിയച്ഛൻ. കുറെ എഴുതും. പ്രേമിച്ചിടുന്നപ്പോ ഒരു ലവ് ലെറ്റർ പോലും തരാത്ത ആളാ. എന്റെ പൊന്നച്ചു, ഞാൻ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ബോർഡിൽ മാത്രമേ എഴുതാറുള്ളൂ. പിന്നെ കുറച്ച് ബുക്സ് വായിക്കും, അത് നിനക്കറിയാലോ. അല്ലാതെ എഴുത്തൊന്നും ഇവരുടെ രണ്ടുപേരുടെ അല്ലെങ്കിൽ പിന്നെ ആരുടെയാ? എന്താ അച്ചു നീ പതിവില്ലാതെ ഡയറിനെ കുറിച്ചും ഈ എഴുത്തിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നേ? നീ വല്ല ഡയറി എഴുതാൻ പോകുന്നുണ്ടോ? ഏയ് ഇല്ല ചെറിയമ്മേ, ഡയറി എഴുതാനൊന്നുമല്ല. ഞാൻ ചുമ്മാ വെറുതെ ചോദിച്ചൊന്നുള്ളൂ. എന്നാ ഞാനങ്ങ് പൊക്കോട്ടെ, നല്ല ക്ഷീണമുണ്ട്. ഒന്ന് കിടന്നുറങ്ങട്ടെ. ശരി, നടക്കണം. ഗുഡ് നൈറ്റ്. അവരുടെ രണ്ടുപേരുടെ അല്ലെങ്കിൽ പിന്നെ ഈ ഡയറി ആരുടെയാ? എന്തായാലും എടുത്ത് നോക്കാം.